PSC പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ശതമാനം, അതായത് പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണിവ. ഒന്നാമത്തെ ചോദ്യം, ഒരു സംഖ്യയുടെ 20% 35 ആണെങ്കിൽ സംഖ്യ ഏത്? എങ്ങനെ കാണാം? സംഖ്യയുടെ 20% 35 എന്ന് പറയുമ്പോൾ സംഖ്യ ഇൻറ്റു 20/100 ഈക്വൽസ് 35 അല്ലേ? അപ്പോൾ സംഖ്യ ഈക്വൽസ് 35 ഇൻറ്റു 100/20. 100ഉം 20ഉം ക്യാൻസൽ ചെയ്യാലോ. 20 ഇൻറ്റു 5 അല്ലേ 100. അപ്പോൾ 100നെ ക്യാൻസൽ ചെയ്ത് 5, 20നെ ക്യാൻസൽ ചെയ്ത് 1. ഇപ്പോൾ എന്തായി? 35 ഇൻറ്റു 5 175. ആൻസർ 175. അടുത്ത ചോദ്യം നോക്കൂ. ഒരു സഞ്ചിയുടെ യഥാർത്ഥ ഭാരം 50 kg ആണ്. പക്ഷേ തെറ്റിപ്പോയി 50.5 kg വന്നു. പിശക് ശതമാനം കാണണം. എങ്ങനെ ചെയ്യാം? ഇവിടെ പിശക് വന്ന ഭാരം എത്ര? 50.5 - 50 ഈക്വൽസ് 0.5. എന്താണ് കാണേണ്ടത്? പിശക് ശതമാനം അല്ലേ? ലാഭശതമാനം, നഷ്ടശതമാനം ഇവ കാണുമ്പോൾ തന്നെയാണ് കാണേണ്ടത്. അപ്പോൾ പിശക് വന്ന ഭാരം ബൈ യഥാർത്ഥ ഭാരം ഇൻറ്റു 100 ഈക്വൽസ് 0.5/50 ഇൻറ്റു 100. 50 100 നമ്മൾ ക്യാൻസൽ ചെയ്യാലോ. 100നെ ക്യാൻസൽ ചെയ്ത് 2 വരും. അപ്പോൾ 0.5 ഇൻറ്റു 2 ഈക്വൽസ് 1%. ആൻസർ 1%. അടുത്ത ചോദ്യം, ഒരു ബ്രെഡിൻ്റെ വില 25% കൂട്ടുന്നു, എന്നിട്ട് 25% കുറയ്ക്കുന്നു. യഥാർത്ഥ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ ബ്രെഡിൻ്റെ അവസാന വില എത്രയാണ്? യഥാർത്ഥ വില 100 എന്ന് കരുതാം. അപ്പോൾ 25% കൂടിയപ്പോൾ വില 125. ഇനി 25% കുറയുമ്പോഴുള്ള വില കാണണം. ഇപ്പോഴത്തെ വില 125 ആണ്. അപ്പോൾ 25% കുറയുമ്പോഴുള്ള വില 125 ഇൻറ്റു 75/100 അല്ലേ? 25 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 75നെ ക്യാൻസൽ ചെയ്ത് 3, 100നെ ക്യാൻസൽ ചെയ്ത് 4. ഇനി ക്യാൻസൽ ചെയ്യാൻ കോമൺ ഫാക്ടർ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ 125 ഇൻറ്റു 3 375/4 എത്ര? 93.75. അപ്പോൾ ആൻസർ സി, അതായത് യഥാർത്ഥ വിലയേക്കാൾ കുറവാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഒരു സാധനത്തിൻ്റെ വില X% കൂട്ടിയിട്ട് പിന്നീട് X% കുറയ്ക്കുമ്പോൾ എപ്പോഴും യഥാർത്ഥ വിലയേക്കാൾ H²/100% കുറവായിരിക്കും. അടുത്ത ചോദ്യം, ഒരു സംഖ്യയുടെ 3/4 ഭാഗത്തിൻ്റെ 1/3 5/4 40% 60. സംഖ്യ ഏത്? സംഖ്യ H എന്ന് കരുതാം. അപ്പോൾ Hൻ്റെ 3/4 ഭാഗം എന്ന് പറഞ്ഞാൽ 4/3 അല്ലേ? അപ്പോൾ H ഇൻറ്റു 4/3. ഇനി അതിൻ്റെ 3/1 അപ്പോൾ ഇൻറ്റു 1/3. ഇനി ഇതിൻ്റെ 5/4 അപ്പോൾ ഇൻറ്റു 4/5. ഇനിയോ ഇതിൻ്റെ 40% അപ്പോൾ ഇൻറ്റു 40/100. ഇത് ഏതിനോട് തുല്യമാണ്? 60നോട്. അപ്പോൾ ഈക്വൽസ് 60. ഇനി 3ഉം 3ഉം ക്യാൻസൽ ചെയ്യാം. 4ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. 40യുടെ 0യും 100ൻ്റെ 0യും ക്യാൻസൽ ചെയ്തു. 4ഉം 10ഉം ആയി. 4ഉം 10ഉം ക്യാൻസൽ ചെയ്ത് 2ഉം 5ഉം ആയി. 5 ഇൻറ്റു 5 25. അപ്പോൾ H ഈക്വൽസ് 60 ഇൻറ്റു 25/2. 2ഉം 60യും ക്യാൻസൽ ചെയ്ത് 30ഉം 1ഉം ആയി. അപ്പോൾ 30 ഇൻറ്റു 25 750. ആൻസർ 750. അടുത്ത ചോദ്യം, Xൻ്റെ വില Yയുടെ വിലയേക്കാൾ 25% കൂടുതലാണ് എങ്കിൽ Yയുടെ വില Xൻ്റെ വിലയേക്കാൾ എത്ര ശതമാനം കുറവാണ്? ഇവിടെ ഇത് ഓർത്തിരിക്കുക. Aയുടെ വില Bയുടെ വിലയേക്കാൾ X% കൂടുതലാണ് എങ്കിൽ Bയുടെ വില Aയുടെ വിലയേക്കാൾ H/100 + H ഇൻറ്റു 100% കുറവായിരിക്കും. അപ്പോൾ ഇവിടെ 25/100 + 25 ഇൻറ്റു 100 അല്ലേ? അതായത് 25/125 ഇൻറ്റു 100. 25ഉം 125ഉം ക്യാൻസൽ ചെയ്ത് 1ഉം 5ഉം ആയി. 100ഉം 5ഉം ക്യാൻസൽ ചെയ്ത് 20ഉം 1ഉം ആയി. അപ്പോൾ 20%. അതായത് ആൻസർ 20%. ഇതും കൂടി ഓർത്തിരിക്കുക കേട്ടോ. എയുടെ വില ബിയുടെ വിലയേക്കാൾ H% കുറവാണ് എങ്കിൽ ബിയുടെ വില എയുടെ വിലയേക്കാൾ H/100 - H ഇൻറ്റു 100% കൂടുതലായിരിക്കും.